പല ആൾക്കാരും പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു വ്യക്തതയില്ലാതെ കൺഫ്യൂസ്ഡായിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് പറയുന്ന, അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ വേഷം കെട്ടുക, അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷം കയ്യിലെടുക്കുക, അല്ലെങ്കിൽ ഇതിഹാസ പുരാണങ്ങളിൽ കഥ പറയാൻ പഠിക്കുക, ഇവർക്കൊക്കെ ആരുടെ സംശയങ്ങൾക്കും എന്തിനും ഉത്തരം പറയുന്ന, അല്ലെങ്കിൽ സൈക്കോളജിയിൽ വളരെ ഡെപ്തുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് കൺവിൻസിങ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാരുടെ വീഡിയോ കണ്ടപ്പോഴാണ് എന്താണ് സ്ഥിരമായിട്ട് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് സമ്മർദ്ദം എന്നാണ്, സ്ട്രെസ്. ഉത്കണ്ഠ എന്നാണ് ടെൻഷൻ. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം പോലും കൃത്യമായിട്ട് അറിയില്ല. പറയും വ്യത്യാസം പലപ്പോഴും ആളുകൾ തിരിച്ചറിയാൻ സാധിക്കാതെ കൺഫ്യൂസ്ഡായിട്ട് മാറി മാറി ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് സ്ട്രെസ്സും ടെൻഷനും, സമ്മർദ്ദവും ഉത്കണ്ഠയും. ഇവ രണ്ടും ഒന്നാണെന്ന ധാരണയിൽ അത് തിരുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇവയുടെ അർത്ഥം സ്വാഭാവികമായും കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ജീവിതം കൂടുതൽ ലളിതമാക്കാൻ പറ്റുന്ന കുറേ സന്ദർഭങ്ങൾ കൺഫ്യൂസ്ഡായിട്ട് ഇതിനെ ഒരു വലിയ അസുഖമായിട്ട് കാണുമ്പോൾ, സ്ട്രെസ്സിനെയൊക്കെ അസുഖമായിട്ട് കാണുമ്പോൾ അതിനു വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. സമ്മർദ്ദം, ഉത്കണ്ഠ എന്നുള്ള രണ്ട് വാക്കുകൾ തിരിച്ചറിയണം. ജീവിതത്തിൽ നാം നേരിടുന്ന നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതികരണങ്ങളെ പ്രധാനമായി എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിട്ടാണ് അതിനെ നമ്മൾ തരംതിരിക്കേണ്ടത്. സ്ട്രെസ്സ് ഒരു അത്യാവശ്യ ഘടകമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് സ്ട്രെസ് ഇല്ലാതിരുന്നാൽ ഞാൻ ചിലപ്പോൾ ഓടിയില്ലെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ മിസ്സാവും. ആ ഓടുന്ന സമയത്ത് ഓടാൻ സാധിക്കുന്ന എൻ്റെ ഉള്ളിലൂടെ എന്നെ പ്രവർത്തിപ്പിക്കുന്ന ചാലകശക്തി, ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന മാനസിക ചിന്തകളെയാണ് സ്ട്രെസ്സ് എന്ന് പറയുക. ഞാൻ ഓടാൻ സാധിക്കാതെ ക്ഷീണിതനായി വീണുപോയി എന്ന് വിചാരിക്കുക. ആ സ്ട്രെസ്സ് ടെൻഷനായിട്ട് മാറിയതുകൊണ്ടാണ്. ഇത് രണ്ടുമാണ് സ്ട്രെസ്സും ടെൻഷനും തമ്മിലുള്ള വ്യത്യാസം. പോസിറ്റീവായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് സ്ട്രെസ്സും, അത് ഇൻറ്റേർണൽ സ്ട്രെസ്സാണ്. ട്രെയിൻ പോയി എന്നുള്ളത് എനിക്കൊരു സ്ട്രെസ്സേ അല്ല. അത് ഞാൻ ഏറ്റെടുത്തിട്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന സ്ട്രെസ്സാണ് എന്നെ പ്രവർത്തിപ്പിക്കുന്നത്. അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ആ ഉള്ളിലുണ്ടാകുന്ന സ്ട്രെസ്സ് ടെൻഷനായിട്ട് മാറുമ്പോൾ പ്രവർത്തിപ്പിക്കുന്നതിന് പകരം എന്നെ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ സാധിക്കാത്ത ആളാക്കിയിട്ട് മാറ്റി. അതാണ് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അതിനാണ് ടെൻഷൻ എന്ന് പറയുന്നത്. വിവേകമുള്ള ഒരു വ്യക്തിക്ക് സ്ട്രെസ്സ് ഉണ്ടാവും. സ്ട്രെസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ടെൻഷൻ ഉണ്ടാവില്ല. വിവേകമില്ലാത്തൊരു വ്യക്തിക്ക് ഏത് ചെറിയ സ്ട്രെസ്സും ടെൻഷനായിട്ട് മാറാനും മതി. അപ്പോൾ എന്താണ് ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഉണ്ട് ഉണ്ടാകുന്ന ഒരു ഉണർവിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. അത് നമ്മളെ കൂടുതൽ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, എനിക്ക് നല്ല സ്ട്രെസ്സുള്ള ആളാണ് ഞാൻ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ സ്ട്രെസ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ആലോചിച്ച് ഒരു പ്രോമിസിംഗ് ആയി പെർഫോമൻസ് നന്നാക്കി എടുക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് കൃത്യസമയത്ത് ജോലി സ്ഥലത്തെത്തുക, കുറച്ചും കൂടി ക്ലീനായിട്ടും നീറ്റായിട്ടും കാര്യങ്ങൾ ചെയ്യാം, പറയാനുള്ളത് ശ്രദ്ധിച്ച് പറയാം. നല്ല സ്ട്രെസ് ഉണ്ട്, അത് ഒരു ഡിസ്ട്രെസ്സായിട്ട് മാറും. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വിഷമവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ആവുന്നതിന് ഡിസ്ട്രെസ് എന്നാണ് പറയുക. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. EUSTRESS, ഡിസ്ട്രെസ് DESTRESS, ഡിസ്ട്രെസ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.
ടെൻഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ്. നമ്മുടെ മനസ്സിൻ്റെ കരുത്ത് കുറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വിവേചന ബുദ്ധി ഇല്ലാതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റാത്തപ്പോൾ അത് ടെൻഷനായിട്ട് മാറും. എന്താണ് ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന ഭയം എന്നിലുണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. എൻ്റെ തളർത്തും, നമ്മളെ നോൺ പ്രൊഡക്റ്റീവ് ആക്കും, വ്യക്തതയുണ്ടാവില്ല ചിന്തകളിൽ, പ്രാക്ടിക്കലായിട്ടില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാണ്ടാവും, തടസ്സം സൃഷ്ടിക്കും, ഡിപ്രഷനിൽ പോകാം, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. ഈ സ്ട്രെസ്സുള്ള സമയത്ത് നല്ല പോസിറ്റീവായിട്ട് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് ബാഹ്യമല്ല, ആന്തരികമാണ്. രണ്ടും ആന്തരികമാണ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അത് മനസ്സിൽ എടുക്കുമ്പോഴാണ് അത് ഇൻറ്റേർണൽ ആവുന്നതും സ്ട്രെസ് ആവുന്നതും ടെൻഷൻ ആവുന്നതും. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, അത് ജോലിഭാരമായാലും സാമ്പത്തിക പ്രശ്നങ്ങളായാലും സ്ട്രെസ് ഉണ്ടാക്കാൻ കാരണമാവുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് സ്ട്രെസ്സല്ല. അത് ഞാൻ ഏറ്റെടുക്കുമ്പോഴാണ് സ്ട്രെസ് ആവുന്നത്. ബാഹ്യമായ ഒരു സംഭവവും എന്നെ അലട്ടാതെ എനിക്ക് സാരില്ലേ പോട്ടെ, ട്രെയിൻ മിസ്സായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോഴേ, കാറെടുത്ത് പോകണം, ചിലപ്പോൾ പൈസ ചിലവാക്കണം, അപ്പോൾ അതിന് വേണം, അത്യാവശ്യമാണെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ പോകണ്ട നോക്കണം. ഇതൊക്കെ ബാലൻസ് ചെയ്തിട്ട് ലോജിക്കലി ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രതികരണങ്ങൾ നമ്മൾ പുറം ലോകത്തിന് കുറ്റം പറയുമ്പോഴും അറിയേണ്ടത് പുറം ലോകമല്ല, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ചിന്തകൾ, അത് സ്വീകരിക്കുന്നതിൻ്റെ വിധം, സാഹചര്യം നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, സാഹചര്യം വിജയിച്ചിട്ട് ഞാൻ തോക്കുമ്പോഴാണ് അത് ടെൻഷനായിട്ട് മാറുന്നത്. സാഹചര്യം എന്നെ പ്രേരിപ്പിച്ച് പണിയെടുപ്പിക്കാൻ വേണ്ടി സ്ട്രെസ് ഉണ്ടാക്കുമ്പോൾ അത് ഹൈലി പോസിറ്റീവായിട്ട് നല്ല ഗുണമുള്ള കാര്യമായിട്ട് എനിക്ക് പരിണമിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അസാധ്യമല്ല. അസാധ്യമാണെങ്കിൽ പിന്നെ അത് ടെൻഷനായി. സാധ്യമായതിനെയാണ് സ്ട്രെസ് എന്ന് പറയാം. ശാന്തമായ മനസ്സോടുകൂടി മറികടക്കാൻ പറ്റും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ട് പേടിയോടുകൂടിയായാലും മറികടക്കാൻ പറ്റും. അതായത് രണ്ടായാലും സ്ട്രെസ് തന്നെയാണ്. അതിന് നമുക്ക് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് പലതും വേണം. അതിന് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ വേണം. ഇപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ നല്ല സ്ട്രെസ് ഉണ്ട്, പക്ഷേ എൻ്റെ കൂടെ നല്ലൊരു ഡ്രൈവർ ഉണ്ടെങ്കിലോ, എനിക്ക് അറിയാത്ത വഴിയിലൂടെ ആരും ഇല്ലാത്തൊരു റൂട്ടിലൂടെ ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ്സിൻ്റെ പരിചയമുള്ള ഒരാളുണ്ടെങ്കിലോ ഭാരം കുറയും. അത് എക്സ്റ്റേണലാണ്, പക്ഷേ അത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള കോൺഫിഡൻസ് എൻ്റെ മനസ്സിൽ പതിപ്പിക്കുന്ന ഒരു ചിന്തയാണ് എനിക്ക് ആ ധൈര്യം തരുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും ഗുരുക്കന്മാരും നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികൾ, സുഹൃത്തുക്കൾ, ഇവരൊക്കെയാണ് സത്സംഗം എന്ന് പറയാം. അതുണ്ടാകുമ്പോൾ ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. പിന്നെ ആത്മീയപരമായിട്ട്, സാമൂഹികപരമായിട്ട്, മാനസികപരമായിട്ട് ഉയർന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരിക്കലും സ്ട്രെസ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. എന്തുണ്ടാവില്ല? ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ നല്ല സത്സംഗം, നല്ല ചിന്തകൾ, അത് പങ്കുവയ്ക്കാനുള്ള നല്ല കൂട്ടായ്മ, ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം ചെയ്യേണ്ട മനസ്സിൻ്റെ കഴിവ്, ബുദ്ധിയുടെ മനസ്സിൻ്റെ ഏകാഗ്രത, അവ തമ്മിലുള്ള കൺഫ്യൂഷൻ ഇല്ലാതെ സംസാരിക്കാൻ സാധിക്കുക, നാമജപം, ഭജന, മെഡിറ്റേഷൻ എന്നൊക്കെ നിങ്ങൾ പറയായിരിക്കും. ഞാനങ്ങനെ പറയാറില്ല. ഭജനകളും പാഷനോടുകൂടി, ഡിവോഷനോടുകൂടി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ, വളരെ കോൺസെൻട്രേറ്റഡ് ചെയ്യുന്നതിൻ്റെ, ലയിച്ചു ചേരാൻ സാധിക്കുന്നതിൻ്റെ, ധ്യാനത്തിലിരുന്ന് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കഴിവ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ധ്യാനമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് ധ്യാനമാണ്. മെഡിറ്റേറ്റീവായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. ഇഷ്ടമല്ലാണ്ട് പണി ചെയ്യുമ്പോഴോ ടെൻഷനാവും. ഇഷ്ടത്തോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്ട്രെസ്സോടുകൂടി ആയിരിക്കും. പക്ഷെ അത് ധ്യാനപരമായിട്ട് ചെയ്യുന്ന സമയത്ത് എൻജോയ്മെൻറ്റും ഉണ്ടാവും. അപ്പം നല്ല ഓട്ടം നല്ല സ്ട്രെസ് ഉള്ളതാണ്. ഓടുന്ന ആൾക്ക് പാഷനോടുകൂടി ഓടുമ്പോഴോ ആ സ്ട്രെസ്സ് ധ്യാനമായിട്ട് മാറും. മനസ്സിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന സംഭവങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാഷൻ, ധ്യാനം എന്നൊക്കെ പറയുക. അത് ചൊല്ലുന്ന മന്ത്രങ്ങളല്ല, ചെയ്യുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. മന്ത്രം ചൊല്ലിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, മണ്ടന്മാർ. ഭഗവാന്റെ അടുത്ത് പോയിട്ട് കരയുന്ന എത്ര പേരുണ്ട്. ഇതൊക്കെ പൊട്ടത്തരാണ്. അപ്പം സ്ട്രെസ്സിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക്
ആവശ്യമായ ഊർജം തരാൻ സാധിക്കും. ടെൻഷൻ നമുക്ക് തളർത്തും. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.